വെൽക്കം ടു ട്രേഡ്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി ഒരു 1 ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. 1 ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു എൻട്രി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒരു ക്യാൻഡലിന്റെ ലോയിലേക്ക് വന്നാലും അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡലിന്റെ ഹൈ, ഈ ഒരു ബൈയിങ് ക്യാൻഡലിന്റെ ഹൈയിലേക്ക് വന്നാൽ മാത്രമേ നമുക്കൊരു ഹയർ ടൈം ഫ്രെയിമിൽ എൻട്രി ഉണ്ട് എന്ന് പറയുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാര്യമായിട്ടൊന്നും താഴോട്ടേക്ക് ഇറങ്ങില്ല. ഈ ഒരു ലെവലിലേക്കൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു സപ്പോർട്ട് എടുക്കാം. അതുപോലെ തന്നെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ കാണാം ഇതിന്റെ മുകളിൽ ഒരു FEG ഉണ്ട്. ആ ഒരു FEG ഫില്ല് ചെയ്തിട്ട് ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങാനും സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് US ഓയിലിൽ പെട്ടെന്നൊരു ട്രേഡ് ഹൈ ടൈം ഫ്രെയിമിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കാം. ഇത്രയാണ് ഇപ്പോൾ 1 ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. ഒന്നാമത്തെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ഈ ഒരു ലെവല് 60717 ആൻഡ് 61218. ഈ ലെവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു FEG കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ അതിന് FEG എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന്റെ മുകളിൽ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിന്റെ പ്രൈസ് 61493 ആൻഡ് 62.044. ഇനി അടുത്ത സപ്പോർട്ട് ഏരിയ 63.234 ആൻഡ് 63797. അടുത്തത് 65375 ആൻഡ് 65296. അതിന്റെ മുകളിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 66377. ഇനി വരുന്ന റെസിസ്റ്റൻസിന്റെ 67254 ആൻഡ് 67792. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസും അതിന്റെ പ്രൈസ് റേഞ്ചും. ഇനി 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കൺസോളേഷൻ ആണ്. ഇന്നലെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയിലേക്കൊക്കെ വന്ന് താഴോട്ടേക്കും മുകളിലേക്കും മാത്രമാണ് സഞ്ചരിച്ചിരുന്നത്. ഈ ഒരു ലെവല് 50 മിനിറ്റ്സിന്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസിസ്റ്റൻസ് ലെവലാണ്. അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളറും ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലും ഒരു സപ്പോർട്ട് ഏരിയ ആണ് 50 മിനിറ്റ്സിന്റെ. സോ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എവിടുന്ന് എൻട്രി എടുക്കണം, എന്ത് എൻട്രി എടുക്കണം എന്നൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇത്രയും കൺസോളേഷൻ ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന എൻട്രി സാധ്യതകൾ കൃത്യമായി അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല. കാരണം അത്രയും കൺസോളേഷൻ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്യുക മാത്രമല്ല, അവിടെ നിന്ന് കൃത്യമായി കൺഫർമേഷൻ എടുക്കണം. അല്ലാത്ത പക്ഷം എൻട്രി റോങ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പോ നമ്മൾ കാണുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെയുള്ള സപ്പോർട്ടിലേക്ക് വന്ന് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോവാന്നുള്ളതാണ്. മുകളിലോട്ട് പോവാന്ന് പറഞ്ഞാൽ ഏറെക്കുറെയൊക്കെ ചിലപ്പോൾ ഈ ലെവല് ഇവിടെ ഇപ്പൊ ഈ കാണുന്ന മഞ്ഞ വരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ മുകളിലുള്ള ഇവിടം വരെയൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനും താഴെ ടാർഗറ്റുകളും അതിന് നല്ല എൻട്രികളും കിട്ടാൻ സാധ്യതയുണ്ട്. എനിവേ ഈ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഇവിടൊക്കെ ഈ റേഞ്ച് വരെ മാർക്കറ്റ് എത്താനുള്ള അടുത്തൊരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന വര, ആ വരയിൽ നിന്ന് ഒരുപക്ഷെ റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് വരാം. താഴോട്ടേക്ക് എടുത്തിട്ട് പിന്നെ സപ്പോർട്ടിൽ നിന്ന് വീണ്ടും മുകളിലോട്ട് തന്നെ കയറി പോവാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് ഇങ്ങനെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. കാരണം ഏത് പറയുന്ന ഏരിയാസിലൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്യാം, താഴോട്ടേക്കും മുകളിലോട്ടൊക്കെ റിവേഴ്സലുകൾ തരാനുള്ള സാധ്യത ഉണ്ട്. സോ പ്രധാനമായ ഒരു ഡേ ട്രേഡർ വെയിറ്റ് ചെയ്തിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ലോങ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് അല്ല വേണ്ടത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് വരികയാണ്, അതായത് ഈ ഒരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ട അടുത്ത സപ്പോർട്ട് റേഞ്ച് ഇവിടെയാണ്. അതും നോട്ട് ചെയ്യാം.
അതിന്റെ ഇടയിൽ 50 മിനിറ്റ്സിന്റെ എന്തെങ്കിലും റേഞ്ചുകൾ ഉണ്ടോ എന്നുള്ള എപ്പോഴും ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്. നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിലൊക്കെ നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ്. സോ ഇവിടേക്ക് വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ ചെറിയ എൻട്രികൾ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സോ അതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഇത്രയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ US ഓയിലിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ അവിടുന്ന് ഇവിടുന്ന് ട്രേഡ് എടുക്കാതിരിക്കുക. കൺഫർമേഷൻ നിർബന്ധമായി തന്നെ എടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.